വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഡൽഹി തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളില്ല. ആ, വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് തോന്നുന്നു വോട്ടെണ്ണൽ നടക്കാൻ പോവുകയാണ്. തീ പാറുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങളിലും. അരവിന്ദ് കെജ്രിവാളിന്റെ പല കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങളും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. യമനില് വിഷം കലക്കുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അരവിന്ദ് കെജ്രിവാൾ ഏറ്റവും അധികം തേഞ്ഞു പോയൊരു വിഷയം ഏതാണെന്ന് അറിയാമോ ബിജുചേട്ടാ? ചേട്ടനാണ് എന്നോട് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നിർമ്മലാ സീതാരാമനെ വെല്ലുവിളിച്ചു. നിങ്ങൾക്ക് 10 ലക്ഷം ആക്കാൻ പറ്റുമോ നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ 10 ലക്ഷം ആക്കാൻ പറ്റുമോ? 12 ലക്ഷമാക്കി. വലിയ കയ്യടിയായിരുന്നു നിർമ്മലാ സീതാരാമൻ. അത് വലിയൊരു കൊട്ടായി പോയി. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിടാനുള്ള ഒരു ഓല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുത്തിട്ടുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ ഡൽഹി തെരഞ്ഞെടുപ്പ്, എനിക്ക് കുറച്ച് ഡൽഹി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു രക്ഷയില്ല, കെജ്രിവാൾ തന്നെ വീണ്ടും തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് വരുന്നത്? പുള്ളിയുടെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചാണ് പുള്ളി ഇപ്പൊ നിൽക്കുന്നത്, പുള്ളിയുടെ ഇമേജ് ഒക്കെ തകർന്നില്ല എന്ന് പറയുമ്പോഴും അവിടെയുള്ള എന്റെ ഡൽഹിയിൽ താമസിക്കുന്ന സുഹൃത്തുക്കൾ അവിടെയുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് വെച്ച് പറയുന്നത് പക്ഷെ പുള്ളി ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ വന്നു നോക്കൂ, ഇവിടെ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്രയാണ്. ഇതൊക്കെയാണ് അവരുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇത് അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 500 യൂണിറ്റ് വൈദ്യുതി ഫ്രീ എന്ന് പറയുമ്പോൾ 501 യൂണിറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് അത് പൈസ അടയ്ക്കേണ്ടി വരില്ലേ? അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, 500 യൂണിറ്റിൽ ഒതുക്കുന്ന കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. 500 യൂണിറ്റിൽ ഒതുക്കുന്ന കുടുംബങ്ങളുണ്ടെന്ന് പറയുന്നു. ഇവിടെ ടെന്റ് അടിച്ച് കിടക്കുന്ന കുടുംബങ്ങളുണ്ട്, ഒരാൾ മാത്രം താമസിക്കുന്ന ഇതുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അത് വളരെ വലിയൊരു സംഭവമാണ്. പുള്ളി ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. BJP അവര് പോലും ഞാൻ പറയട്ടെ കെജ്രിവാളിന്റെ കൂടെയാണ്. അപ്പൊ ഞാൻ പറയുന്നു അങ്ങനെയല്ല, BJP വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ BJP ഒക്കെ എന്താണ് കുതിര കച്ചവടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഒരു ചാൻസ് ഇല്ല എന്നാണ് അവര് പറയുന്നത്. ചേട്ടൻ എന്താ തോന്നുന്നത്? കെജ്രിവാള് ഇത്തവണ വീണ്ടും അധികാരത്തിലെത്താനുള്ള സാധ്യതയുണ്ടോ? BJP പഠിച്ചവനെ 18 നോക്കുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ. ഇത് പക്ഷേ ഈ ദില്ലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ഇവിടെ 1.5 കോടി വോട്ടർമാരാണുള്ളത്. ഇതിൽ പകുതി വോട്ടർമാർ, അതായത് 46.34% സ്ത്രീകളാണ്. മറ്റൊരു പ്രത്യേകത ഉണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ പുരുഷ വോട്ടർമാരായിരിക്കും കൂടുതൽ വോട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ ദില്ലി സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ പോകുന്നത്. അപ്പൊ ഈ സ്ത്രീകളുടെ മനസ്സ് കീഴടക്കുക എന്നവർ ജയിക്കും. അതാണ് അവിടുത്തെ ഒരു രീതി. അപ്പോ ഈ അരവിന്ദ് കെജ്രിവാൾ എല്ലാ പ്രാവശ്യവും പയറ്റുന്ന ഒരു തന്ത്രം സെന്റിമെന്റ്സ് പ്ലസ് വാഗ്ദാനങ്ങൾ, ഇത് രണ്ടും കൂടാണ് പുള്ളി ചെയ്യുന്നത്. അതായത് സെന്റിമെന്റ്സിന് വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങൾ പുള്ളി തന്നെ ആരുടെയെങ്കിലും അടി വാങ്ങുക, ഇല്ലെങ്കിൽ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുള്ളിക്ക് വധഭീഷണി എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ട് പുള്ളി ഹൈലൈറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം. അപ്പൊ അത് അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഈ പിങ്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. പിങ്ക് ടിക്കറ്റ്, അതായത് നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ ഈ വനിതകൾക്ക് ഫ്രീ ടിക്കറ്റ് ജോലിക്കാരൻ, അതൊരു ബമ്പർ ഹിറ്റായി മാറി ഈ പിങ്ക് ടിക്കറ്റ് എന്ന് പറയാം. പക്ഷെ ഇപ്പൊ ഈ ദില്ലി തെരഞ്ഞെടുപ്പ് നോക്കുമ്പോ നമ്മുടെ രാജ്യം ഒരു അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് ആയാലും ആം ആദ്മി ആയാലും BJP ആയാലും ഒക്കെ ഭയങ്കരമായ വാഗ്ദാനങ്ങളാണ് നൽകുന്നത് ജനങ്ങൾക്ക്. അങ്ങനെ വാഗ്ദാനം നൽകിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പം, ജയിച്ചു വന്നു കഴിയുമ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. അതായത് BJPയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് പറയുന്നത്, മഹിളാ സമൃദ്ധി യോജന വഴി 2500 രൂപ കൊടുക്കുന്നു, ഗർഭിണികൾക്ക് 21,000 രൂപ കൊടുക്കുന്നു, വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് 50,000 രൂപ കൊടുക്കും. അങ്ങനെ ഒരു വലിയ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിനുള്ള ഫണ്ട് എവിടുന്ന് വരും എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ്. നമ്മൾ കണ്ടതാണ് കർണാടകയിൽ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറുന്നത് വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടായിരുന്നു. അത് ഫ്രീ ഇത് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ ഫ്രീ ഒന്നും കൊടുക്കാതെ വന്നപ്പോൾ വലിയ വിഷയം കർണാടകയിലായി. ഹിമാചൽ പ്രദേശ് കുറച്ചു നാൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ ഓഫീസ് പോലും പെണ്ണുങ്ങൾ കയറി അടിച്ച് നിരത്തുന്ന കാഴ്ച കണ്ടു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ വൈദ്യുതി ഫ്രീ എന്നായിരുന്നു അവരുടെ കോൺഗ്രസ് ഇലക്ഷൻ മുമ്പ് പറഞ്ഞത്. പക്ഷെ വൈദ്യുതി ഫ്രീ കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ എല്ലാ സംസ്ഥാനത്തും വാരിക്കോരി കൊടുക്കാൻ പോയാൽ ഉള്ള കുഴപ്പം, ഇത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ടില്ലാതെ വരികയും ഈ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അതായത് നമുക്ക് നല്ല റോഡുകൾ ഉണ്ടായാലും മറ്റു കാര്യങ്ങൾ ഉണ്ടായാലും ഒന്നും ഉണ്ടായാലും ഇതേപോലുള്ള ഫ്രീ സൗജന്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ സൗജന്യങ്ങൾക്ക് വലിയ ഇമ്പാക്ട് ഉണ്ട്. നമ്മുടെ നാട്ടിലും പിണറായി സർക്കാർ കിറ്റ് കൊടുത്ത് അതൊരു നേട്ടമാക്കി മാറ്റിയായിരുന്നു. സൗജന്യ കിറ്റ് വിതരണം ചെയ്തിട്ട് അതൊരു വോട്ടാക്കി മാറ്റി. അതിനൊക്കെ അപ്പുറത്തേക്കാണ് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പിങ്ക് ടിക്കറ്റ്, പൈസ വേണ്ട എന്ന് പറയുമ്പോൾ അത് നടപ്പാക്കി. അതോടൊപ്പം തന്നെ പക്ഷെ കേജ്രിവാൾ 2022 ഒരു 1000 രൂപ വെച്ചിട്ട് ഇവർക്ക്, അതായത് നികുതി അടയ്ക്കാത്ത സ്ത്രീകൾക്ക് ഒരു 1000 രൂപ നൽകും എന്ന് പറഞ്ഞിരുന്നു, പ്രഖ്യാപനമുണ്ട്.
പക്ഷെ അദ്ദേഹത്തിന് അത് കൊടുക്കാൻ പറ്റിയില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇത്തവണ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2500 രൂപ തരും എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ വന്നപ്പോ എന്ത് പറ്റുന്നത്, ഈ 12 ലക്ഷമായിട്ട് പരിധി ഉയർത്തിയപ്പോ നികുതി കൊടുക്കാത്ത സ്ത്രീകളുടെ എണ്ണം പിന്നെയും കൂടും. കേജ്രിവാളിന്റെ കയ്യിൽ നിൽക്കുമോ എന്നറിയില്ല ഈ പണമൊക്കെ. ഇത് എല്ലാവർക്കും ഉണ്ട്. കോൺഗ്രസും വലിയ വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. അതൊന്നും. രണ്ടാമത്തെ കാര്യം, അവിടെ 63% അല്ലെങ്കിൽ 65% മധ്യവർഗമുള്ള, അതായത് മിഡിൽ ക്ലാസ് ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ദില്ലി. അവിടെ അവരെ ബാധിക്കുന്ന വിഷയങ്ങൾക്കായിരിക്കും വലിയ മുൻതൂക്കം. കാരണം മധ്യവർഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ജീവിത ചെലവ് അവർ വളരെയധികം നോക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒന്ന്, വൈദ്യുതി അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു അച്ഛനും അമ്മയും സർക്കാർ ജോലിക്കാരോ ഇല്ലെങ്കിൽ അല്ലാത്ത ജോലിക്കാരോ ആയിട്ടുള്ള അച്ഛനും അമ്മയും 2 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിന് ഈ വൈദ്യുതി ചാർജ് അവരുടെ ചിലപ്പോൾ കണക്കൂട്ടൽ തെറ്റിക്കുന്ന തരത്തിലേക്കാകും. അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ ഈ വാഗ്ദാനങ്ങൾ ഞാൻ പറയും. കാരണം ഈ 500 യൂണിറ്റ് ആണ് പുള്ളി വെച്ചിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ. അപ്പം 500 യൂണിറ്റ് താഴെ ഒന്നും ഉപയോഗിച്ചിട്ട് ഒരു ഫാമിലിക്ക് തണുപ്പ് കാലവും ചൂടുകാലവും ഏതാണ്ട് ഒരു 6-7 മാസക്കാലം പങ്കിടുന്ന ഒരു സംസ്ഥാനത്ത് ജീവിക്കാൻ പറ്റുമെന്ന് സംശയമുണ്ട്. അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോ ഏതായാലും ആ ഒരു വാഗ്ദാനത്തിനും അങ്ങനെ ഒരു സംവിധാനത്തിനും ഒരു വലിയ സ്വീകാര്യത അവിടെ കിട്ടിയിരുന്നു. പിന്നീട് വെള്ളത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അതിന് വെക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നു. ഇതെല്ലാം ഒരു കാര്യം ആലോചിക്കണം. വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നില്ല ഡൽഹിയിൽ, വെള്ളം ഉത്പാദിപ്പിക്കുന്നു, ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ്. ഇതിനാണ് ഈ സൗജന്യം കൊടുക്കുമ്പോൾ വലിയ നഷ്ടം ഖജനാവിന് ഉണ്ടാകുകയും അത് വികസന പ്രവർത്തനങ്ങൾ ബാധിക്കുകയും ചെയ്യും. പക്ഷെ അവിടെ പ്രത്യക്ഷത്തിൽ ഈ മധ്യവർഗത്തിന് സന്തോഷം പകരുന്നതിൽ കയ്യിൽ കിട്ടുന്ന ഒരുപാട് കാര്യമാണ്. അവിടെയാണ് BJP ഇപ്രാവശ്യം അവരുടെ ബഡ്ജറ്റിൽ കൂടി ഒരു കുഴിക്കടകം പ്രയോഗിച്ചിരിക്കുന്നത്. 12 ലക്ഷം രൂപ വരെയുള്ള അവർക്ക് ടാക്സ് കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ ഈ 63 അല്ലെങ്കിൽ 60% വരുന്ന മധ്യവർഗത്തിന് വലിയ സന്തോഷം തന്നെയാണ്. കാരണം 1 ലക്ഷം രൂപ താഴെ ശമ്പളം മേടിക്കുന്നവർക്ക്, അല്ലെങ്കിൽ 1 ലക്ഷം വരെ ശമ്പളം മേടിക്കുന്നവർക്ക് വലിയ സന്തോഷം ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെയാണ് കേജ്രിവാളിന്റെ പോലും കണക്കൂട്ടൽ തെറ്റിപ്പോയത്. കാരണം ഈ ഇലക്ഷൻ ടൈമിൽ തന്നെ കേജ്രിവാൾ പറഞ്ഞിരുന്നു, നിർമ്മലാ സീതാരാമനെ വെല്ലുവിളിക്കുന്നു, 10 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി ഇല്ലാതാക്കാൻ കഴിയുമോ എന്നൊക്കെ. ഇല്ലെങ്കിൽ നികുതി ഇളവെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഇതാണ് ദില്ലി തെരഞ്ഞെടുപ്പിലെ ഒരു കാര്യം. ഇത് മറ്റൊന്ന്, BJP സംബന്ധിച്ച് ദില്ലി അവർക്ക് എന്നും ഒരു ബാലികേറ മലയാണ്. അവരുടെ അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, അവർക്ക് അവിടെ ഒരു ലീഡർഷിപ്പ് ഇല്ല എന്നതാണ്. ഒരു മുഖമില്ല ദില്ലിയിൽ. BJPക്ക് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അവർ മുമ്പ് മദൻലാൽ ഖുറാനെ കൊണ്ടുവന്നിരുന്നു, ഡോക്ടർ ഹർഷവർദ്ധനെ കൊണ്ടുവന്നിരുന്നു, അതുപോലെ തന്നെ ശ്രീമതി സുഷമ സ്വരാജിനെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അവരവിടെ പലരെയും കൊണ്ടുവന്ന് പരീക്ഷിച്ചെങ്കിലും അവരാരും അവിടെ ക്ലച്ച് പിടിച്ചില്ല എന്നുള്ളതാണ് വലിയ, എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഒരു സ്വീകാര്യതയോടെ മുമ്പോട്ട് പോയ ഒരു നേതാവ് ശ്രീമതി സുഷമ സ്വരാജായിരുന്നു. മദൻലാൽ ഖുറാനെയും വന്നു, പിന്നീട് അതും അലമ്പായി തിരിഞ്ഞുപോയി. കാരണം ഒന്ന്, ഉൾപാർട്ടി പ്രശ്നങ്ങൾ, ഗ്രൂപ്പിന്റെ ഒരു അതിപ്രസരം ഒക്കെ അവിടെ ഉള്ള ഒരു സ്ഥലം. രണ്ടാമത്തെ കാര്യം, ഈ നല്ലൊരു ലീഡർ നയിക്കാനില്ല എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും മധ്യവർഗം എന്ന് പറയുന്ന ഒരു വിഭാഗം വോട്ട് ചെയ്യാൻ സാധ്യതകൾ വളരെ കുറവാണ്. ഒരു ലീഡറെ ഉയർത്തി കാണിക്കാനില്ലാതെ വരുമ്പോൾ കാരണം മധ്യവർഗം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ടായാലും സാമൂഹികപരമായിട്ടായാലും അവരൊരു ലെവൽ കഴിഞ്ഞ് മുകളിലോട്ട് നിൽക്കുന്നവരാണ്. അവർ കുറച്ചുകൂടി കൂടുതൽ ചിന്തിക്കും. ഇവിടെയാണ് കേജ്രിവാളിന്റെ ടീമിന്റെ പ്രസക്തി ഉണ്ടാകുന്നത്. കാരണം കേജ്രിവാളിന്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. അവര് IIT-യിലും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും MBBS സ്റ്റുഡൻസും അങ്ങനെയൊക്കെയുള്ള സ്റ്റുഡൻസുകൾ ഈ മധ്യവർഗത്തിനിടയിൽ ഇറങ്ങി കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് അവർ പോകുമ്പോഴാണ് ആം ആദ്മി പാർട്ടി വലിയ രീതിയിൽ അവർ കുതിച്ചു കയറിയിരുന്നത്. അല്ലാതെ അവിടെ നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ ഒരു തട്ടുപൊളിപ്പൻ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. അതായത് വലിയ റാലി നടത്തുകയോ ഇല്ലെങ്കിൽ അവിടെ കുത്തരങ്ങൾ കാണിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. അവിടെ ഈ ഞാൻ പറഞ്ഞില്ല, ഒരു ജീവിത നിലവാരവും ഉയർന്ന, വിദ്യാഭ്യാസ സമ്പന്നരായിട്ട് ഉയർന്ന, കുറച്ച് അറിവുള്ള ഒരു ജനത്തിന് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾ അവർക്ക് ഉതകുന്ന തരത്തിലേക്ക് അവതരിപ്പിക്കേണ്ടതായി വരും. അവിടെയാണ് ഈ കേജ്രിവാൾ ഇക്കാലം അത്രയും ഇതുകൊണ്ടുള്ള സൗജന്യങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. പക്ഷെ അവിടെ BJP ഇത്തവണ ഒരു ശക്തമായ പോരാട്ടം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഭരണത്തിൽ വരുമോ ജയിക്കുമോ എന്നുള്ളതല്ല. വ്യത്യസ്ത സർവേകളൊക്കെ വ്യത്യസ്തമായി തന്നെ പറയാം. അതായത് സർവേ ഒന്നും ഇപ്പൊ ആരും മുഖവിലയ്ക്ക് എടുക്കാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. BJPയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ അവർക്ക് ജീവൻ മരണ പോരാട്ടമാണ്. RSS ആണ് അവിടുത്തെ പ്രചരണത്തിന്റെ ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത്തവണ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഒന്നും നരേന്ദ്രമോദി സജീവമായിരുന്നില്ല ദില്ലി തെരഞ്ഞെടുപ്പിൽ. ഇത്തവണ അദ്ദേഹം എനിക്ക് തോന്നുന്നു 2-3 റാലികളിൽ നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. അമിത്ഷാ പങ്കെടുത്തിരുന്നു. അവരുടെ ഏതാണ്ട് നേതാക്കന്മാർ പങ്കെടുത്തിരുന്നു. മലയാളി വോട്ടുകൾ ഉറപ്പിക്കാൻ ജോർജ് കുര്യനും സുരേഷ് ഗോപി അടക്കമുള്ളവർ അവിടെ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ അവരെല്ലാ അർത്ഥത്തിലും അരയും തലയും മുറുക്കിയിട്ടായിരുന്നു ദില്ലിയിൽ ഇത്തവണ അവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അത് എത്രത്തോളം ഫലം കാണും എന്നറിയണമെങ്കിൽ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി തീരണം. കാരണം ഇവിടെ നമ്മൾ അത് പറയാനുള്ള കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേവലം 70 അംഗ നിയമസഭയിൽ കേവലം 8 സീറ്റാണ് BJPക്ക് കിട്ടിയത്. ആ 8ൽ നിന്ന് ഭരിക്കാനായിട്ടുള്ള 36 സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് 8ൽ നിന്ന് 36 ഉണ്ടാക്കിയെടുക്കണം. നേരെ മറിച്ചൊരു 20 ഉണ്ടായിരുന്നു, ഒരു 25 ഉണ്ടായിരുന്നു, അവിടുന്ന് ഒരു 10 സീറ്റോടെ കൂടുതൽ എടുക്കുന്നത് പോലല്ല. 8ൽ നിന്ന് 36ലേക്ക് എത്തുക എന്നുള്ളത് ഒരു വലിയ ഭഗീരഥ പ്രയത്നം തന്നെയാണ്. ഒന്നത്. പക്ഷേ BJP അവിടെ വളരെ കാലമായിട്ട് അവർ അടിത്തട്ട് പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ പോരായ്മകളൊക്കെ മാറ്റി മുമ്പോട്ട് അവർ പോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ദില്ലിയിൽ നിന്ന് അറിയുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ്. എനിക്ക് തോന്നുന്നത് ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുമ്പോഴും BJP സംബന്ധിച്ച് അതൊരു വലിയ ആശ്വാസമാണ്. കാരണം ഇഞ്ചോടിഞ്ച് വന്നില്ലേ, അതായത് ഇപ്പം ഒരു 40, 35 അത് തന്നെ BJPക്ക് വലിയ ആശ്വാസമാണ്. കാരണം അത്രത്തോളം അവരെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ BJP വളരെ അധികം ശക്തമായി കയറി വരുന്നുണ്ട്. അവർ ഭരണം പിടിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷമേ പറയാൻ കഴിയൂ. കാരണം നരേന്ദ്രമോദി വളരെ പവർഫുള്ളായി നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും അവിടുത്തെ നിയമസഭ ആം ആദ്മി പാർട്ടിക്കാരും 2 വട്ടവും അവർക്ക് തന്നെയായിരുന്നു. ഇത്തവണ ഈ അതെന്ന് ഞാനതാണ് പറയുന്നത്, അവിടുത്തെ ഏറ്റവും വലിയ BJPയുടെ പ്രശ്നം അവർക്ക് ലീഡർ ഇല്ല, മുഖമില്ല, നയിക്കാൻ ആളില്ല. നയിക്കാൻ ആളില്ലാത്തിടത്തേക്ക് ആൾക്കാരുടെ വിശ്വാസ്യത കുറയും. ഇല്ലെങ്കിൽ നേരെ മറിച്ച് ഇപ്പുറത്ത് കേജ്രിവാൾ എന്ന് പറയുന്നതാണ്. പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് കേജ്രിവാളിന്റെ മദ്യ കുംഭകോണമാണ്. അത് അവിടെ എഫക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിനെയാണ് മറികടക്കുന്നത്. ഏതാ ഇത് കണക്കുള്ള സൗജന്യങ്ങൾ കൊടുത്തുണ്ട്, നിങ്ങൾക്ക് നികുതി അടയ്ക്കാത്ത സ്ത്രീകൾക്ക് 2500, പിന്നെ അത് പൈസ, ഇതിന് പൈസ, ഇത് പറയുമ്പോഴത്തേനും ഈ ആൾക്കാർ മദ്യ കുംഭകോണമല്ല ഇങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. എന്തിനേറെ പറയുന്നത് BJP പോലും ഇത്തരം വാഗ്ദാനങ്ങളാണ് അവിടെ മുൻപോട്ട് വെക്കുന്നത്. അല്ലാതെ അവിടെ ഒരു അഴിമതി ആരോപണം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇന്ന് ആകെ അതിനെക്കുറിച്ച് പറഞ്ഞത് കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളിന്റെ വാഗണാർ കാറിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ശരിയാണ്, അദ്ദേഹത്തിന്റെ വാഗണാർ കാർ തന്നെ നമ്മുടെ നാഷണൽ മീഡിയാസിന്റെ ഒരു സ്റ്റോറി തന്നെയായിരുന്നു, സൈഡ് സ്റ്റോറി തന്നെയായിരുന്നു. വാഗണാർ കാറിൽ വരുന്ന ഒരു മുഖ്യമന്ത്രി വലിയ ഇമേജ് ആയിരുന്നു. സാധാരണക്കാരന്റെ മുഖ്യമന്ത്രി സാധാരണക്കാരന്റെ കാറിൽ വരുന്നു എന്നൊക്കെ. ഇന്ന് വാഗണാർ കാർ എവിടെയെന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. എനിക്കൊന്ന് രാഹുൽ ഗാന്ധി മാത്രമാണ് കുറച്ചുകൂടെ കേജ്രിവാളിനെ അഴിമതിയുടെ പേരിൽ കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും ഈ സ്ത്രീ മനസ്സ് പിടിക്കുക, ഈ മധ്യവർഗത്തിന്റെ മനസ്സ് പിടിക്കുക, ഇതിലേക്കാണ് മുഴുവൻ കോൺസെൻട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കേജ്രിവാളിന്റെ ഒരു പ്രസക്തി. കാരണം വലിയ രസകരമാണ്, പാർലമെന്റിലുള്ള 7 സീറ്റും എല്ലാ തവണയും BJPക്കാണ്. അവർക്ക് അതിനകത്ത് ദില്ലി നിവാസികൾക്ക് ഒരു സംശയവുമില്ല, 7-7 BJP. പല BJPയുടെ സംസ്ഥാനങ്ങളിൽ BJP പിന്നാക്കാൻ പോയി, UP അടക്കം. പക്ഷെ ദില്ലിയിൽ 7-7 അന്നും കിട്ടി, ഇപ്പോഴും കിട്ടി. എനിക്ക് തോന്നുന്നു ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും 7-7 ലോക്സഭാ സീറ്റും BJPക്ക് തന്നെയായിരിക്കും. പക്ഷെ നിയമസഭയിലേക്ക് വരുമ്പോൾ ചില വിഷയങ്ങളുണ്ട്. അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നിയിരിക്കുന്നത് ഈ സിഖ് വിഭാഗത്തിന് അത്യാവശ്യം വോട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ദില്ലി എന്ന് പറയുന്നത്. അപ്പൊ അവിടത്തേക്ക് ഒരു നല്ല സിഖ് മുഖത്തിനെ BJPക്ക് അണിനിരത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അവിടെ പ്രൊജക്ട് ചെയ്യാൻ ഇപ്പോഴല്ല, മുൻ തെരഞ്ഞെടുപ്പുകളും പറ്റിയിട്ടില്ല. അവിടെയാണ് ഈ നമ്മുടെ പഞ്ചാബ് മുഖ്യമന്ത്രി മാനാക്കി കൊണ്ടുവന്നിട്ട് കേജ്രിവാൾ ഇറക്കുന്ന ഒരു കളി അവിടെയാണ്. അങ്ങനെ കുറെ ഇഷ്യൂസുകൾ അവിടെയുണ്ട്. പിന്നെ BJPക്ക് ആ 8ൽ നിന്ന് അവർക്ക് ഒരു 10-25 സീറ്റ് കിട്ടിയാൽ പോലും അവരെ സംബന്ധിച്ച് ഒരു വലിയ ലോട്ടറി ആണെന്ന് പറയേണ്ടി വരും. കാരണം ചത്ത് കിടന്നിടത്ത് നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ നാമാവശേഷമായി പോകുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആകാനാണ് സാധ്യത. 10-15 വർഷം അടുപ്പിച്ച് ഭരിച്ച ശീലാദേശത്തിനെ പുറന്തള്ളിക്കൊണ്ടാണല്ലോ മറ്റേ ഭരണം വരുന്നത്. അപ്പം അവിടത്തേക്ക് ഉള്ള ഒരു കോൺഗ്രസ് തലസ്ഥാനത്ത് തന്നെ അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ അവർക്ക് സീറ്റൊന്നും ഉണ്ടായതില്ല, അതിന് മുമ്പ് അവർക്ക് വിരലെണ്ണാൻ സീറ്റേ ഉണ്ടായിരുന്നത്. ഇത്തവണ സീറ്റ് കൂടി കിട്ടിയില്ലെങ്കിൽ തലസ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് മുക്തമാക്കുന്ന ഒരു പ്രക്രിയയിൽ BJPയും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയും ഒക്കെ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം BJP അനവധി നേതാക്കളെ പരീക്ഷിച്ചിട്ടുള്ള സംസ്ഥാനം. കിരൺ ബേദിയൊക്കെ കൊണ്ടുവന്നവർ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കിരൺ ബേദി വന്നിട്ട് പിന്നീട് കിരൺ ബേദി എനിക്കൊന്ന് പോണ്ടിച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറൊക്കെ ആക്കി പിന്നെ പറഞ്ഞു വിട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് പേരെ അവർ പരീക്ഷിച്ചിട്ടുണ്ട്, അവർക്കില്ല. ഇത്തവണ അവിടെ പറഞ്ഞു കേട്ട പേര് ഒന്ന് സ്മൃതി ഇറാനിയുടേതായിരുന്നു. പിന്നെ അവിടെ റൂമറായിട്ട് പറഞ്ഞ ഒരു പേര് നമ്മുടെ നൂപുർ ശർമ്മയുടേതായിരുന്നു. ഇവരെയൊക്കെയാണ് പറഞ്ഞത്. ഇനി പിന്നെ BJP ആണ്, പറയാൻ കഴിയില്ല. ജയിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവർക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നെങ്കിൽ അവർ പുറത്തുനിന്ന് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പവർഫുൾ ലീഡറെയോ ദില്ലിയുടെ മുഖ്യമന്ത്രി ആക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അങ്ങനെയാണ് ദില്ലിയുടെ അവസ്ഥ. ഏതായാലും 8-ാം തീയതി ഫലം വോട്ടെണ്ണും വരെ നമുക്കത് കാത്തിരുന്ന് മതിയാകും. ഓക്കെ ബിജു ചേട്ടാ, താങ്ക് യു സോ മച്ച്.